അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറെ ഹബീബ് എന്ന് പറയുന്ന ആത്മീയ മജ്ലിസിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ദിനേന വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളടക്കം സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൂറെ ഹബീബിൽ അനുഭവപ്പെട്ട കഥകളും മറ്റുമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ തുറന്നു പറച്ചിൽ നടത്തുകയാണ്. എന്നാൽ ഈ വിവാദങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നൂറെ ഹബീബ് ആത്മീയ മജ്ലിസിലേക്ക് ആളുകൾ ഒരുപാട് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. നൂറെ ഹബീബ് മജ്ലിസിലേക്ക് ആളുകൾ എത്തുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരുപക്ഷെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒരുപക്ഷെ വിചാരിക്കും, ഇതെന്താ ബസ് സ്റ്റാൻഡ് ആണോ, അല്ലെങ്കിൽ ഒരു സിറ്റി പോലെ, ഒരു ടൗൺ പോലെയുള്ള ഒരു സ്ഥലമാണോ എന്നുള്ളത്. എന്നാൽ ഇത് നൂറെ ഹബീബ് ആത്മീയ മജ്ലിസ് നടക്കുന്ന സ്ഥലത്തെ ബസ്സിന്റെ വരികളാണ്. ആ മജ്ലിസ് കഴിഞ്ഞു പോകുന്ന ആളുകളെ കൊണ്ടുപോകാൻ ഒരു വലിയ നിര തന്നെ ബസ്സുകൾ അവിടെ നിർത്തിയിട്ടത് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടല്ലോ. എന്നാൽ ഈ വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ ഇതിനെ തെറി വിളിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുകയുണ്ടായി. നമുക്ക് ചില കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ, നാളെ വരാനിരിക്കുന്ന ദജ്ജാലും ഇതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യും, ദജ്ജാലിന്റെ കൂടെയും ഒരുപാട് ആളുകൾ ഉണ്ടാകുമെന്നും പറയുന്നു. അതുപോലെ ആ ദജ്ജാലിന്റെ വരവിനെയും ദജ്ജാലിന്റെ കൂടെയുള്ള നന്മകളും ആളുകളെയും നൂറെ ഹബീബുമായി ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇത്തരത്തിൽ ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന ആത്മീയ മജ്ലിസിൽ നടക്കുന്നത് സ്വലാത്തുകളും ദിക്റുകളും അതുപോലെ തന്നെ വിജ്ഞാനത്തിന്റെ സദസ്സുകളുമാണ്. ഇത്ര മോശമായിട്ടൊന്നും ഇതിനെ ഉപമിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഇതിനോട് പങ്കുവെക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഏത് മോശമായ കാര്യങ്ങൾക്കും ആളുകൾ ഒരുപാട് കൂടുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായിട്ട് ഇതിന് പിന്നിൽ പറയുന്നത്. അപ്പോൾ ഈ തങ്ങളുടെ ഈ ഒരു സാഹചര്യങ്ങൾ, തങ്ങളുടെ ഈ ഒരു ആത്മീയ മജ്ലിസിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനായി ജീവിച്ചു പോന്നിരുന്ന, ഈ ഒരു തങ്ങൾ എന്നുള്ള ഒരു പ്രശസ്തിയിൽ ആളുകളൊന്നും അറിയപ്പെടാതിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഞാൻ ഓതുന്നതിൽ തെറ്റുണ്ടെന്നും അറിവ് വളരെ കുറവാണെന്നും തങ്ങൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ആ ഒരു മജ്ലിസിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യമാണ്. അതിനുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത്, തങ്ങൾ നടക്കുന്നത്, തങ്ങൾ ചെയ്യുന്നത്, തങ്ങൾ പ്രവർത്തിക്കുന്നത് സാധാരണക്കാരനിൽ സാധാരണക്കാർ ചെയ്യുന്നത് പോലെയാണ്. ഒന്നും ഒളിച്ചു വെക്കാതെ, ആളുകൾക്ക് മുന്നിലൊന്നും മറച്ചു വെക്കാതെ സാധാരണ പ്രാർത്ഥനകളും മലയാളത്തിലുള്ള നീണ്ട പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ അത് ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ അതിലേക്ക്
കാരണമാകുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഈ ഒരു മജ്ലിസിൽ ഒരുപാട് ആളുകൾക്ക് തങ്ങളുടെ മുറാദുകൾ ഹാസുലാകുന്നു എന്നുള്ളതാണ്. ആവശ്യം മുൻനിർത്തിക്കൊണ്ട് മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം ഭൂരിഭാഗവും നിറവേറ്റുന്നു. അത് തങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ ഈ ഒരു ജീവിതത്തിൽ അനുഭവമുണ്ടായവർ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നു. അങ്ങനെ അവരുടെ ബന്ധുക്കളും ഇവരുടെ നാട്ടിലുള്ളവരൊക്കെ വീണ്ടും മജ്ലിസിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് നമുക്ക് പറയാനുള്ളത്, ഒരാൾ അള്ളാഹുവിനോട് മുൻനിർത്തിക്കൊണ്ട് നിസ്കരിച്ച് അല്ലെങ്കിൽ നല്ല നെയ്യത്തോടു കൂടി ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ തന്നെ അതിനുള്ള ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ പ്രത്യേകമായിട്ട് സമൂഹമായിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഒത്തുകൂടുന്നിടത്ത് ദുആക്ക് വളരെ ഇജാബത്ത് ഉണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. ഒരുപക്ഷെ ആളുകൾ ഒരുപാട് ഒരുമിച്ച് കൂടുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരുപാട് മുറാദുകൾ ഹാസുലാകുന്നതും മജ്ലിസിലേക്ക് ഉദ്ദേശം വന്നവർക്ക് ആ ഉദ്ദേശം ജീവിതത്തിൽ സാഫല്യമായി കാണാനുള്ള ഭാഗ്യമുണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹുവിനോട് നേരെ മുൻനിർത്തി ദുആ ചെയ്താൽ ഏത് ഉത്തരങ്ങളും പടച്ചോൻ കൊടുക്കും എന്നുള്ളതിന് പകരം ആളുകൾ ഒരുപാട് ഒരുമിച്ച് കൂടുമ്പോൾ തങ്ങളുടെ ദുആകൾ നടക്കുമ്പോൾ അവിടെ മുറാദുകൾ ഹാസുലാകുന്നു എന്നതും ഈ ഒരു മജ്ലിസിനെ പ്രത്യേകം വേർതിരിക്കുന്നത് മറ്റുള്ളവയിൽ നിന്നും വ്യതിരക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നൂറെ ഹബീബ് മജ്ലിസ് ഒരുപാട് ആളുകൾക്ക് സമൂഹ വിവാഹമായിട്ടും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുകയും വളരെ മോശമായി കൊണ്ട് ജീവിതത്തിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അങ്ങനെ പല ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഒരുപാട് ദിക്കുകളിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ ഒരു മജ്ലിസ് ദിനേന വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആളുകൾക്ക് സഹായം നൽകുന്നത് തങ്ങൾ നേരെ വീഡിയോയിലൂടെ ചിത്രീകരിക്കുകയും തങ്ങൾ നൽകുന്ന ഓരോ നാണയങ്ങളും ഓരോ ക്യാഷും അത് അർഹതപ്പെട്ടവരിലേക്ക് തങ്ങൾ വീണ്ടും അത് കൊടുക്കുന്നു, കൈമാറുന്നു എന്നുള്ളത് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോയിൽ തന്നെ എത്ര ആളുകളാണ് ആ ഒരു മജ്ലിസിലേക്ക് വരുന്നത്. അതും ദൂരഭാഗങ്ങളിൽ നിന്ന് വരെ മജ്ലിസിനെ തേടിക്കൊണ്ട് ആളുകൾ ഇവിടേക്ക് വരുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഈ ഒരു മജ്ലിസിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ യൂട്യൂബിലും മറ്റുമൊക്കെ നിറഞ്ഞു കളിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇത് സത്യമോ അതല്ല ഇത് തെറ്റാണോ എന്നൊന്നും പറയാൻ എനിക്കർഹതയില്ല. അതൊക്കെ കൃത്യമായി സമൂഹത്തിനോട് സമർപ്പിക്കേണ്ടതും പറയേണ്ടതും ഇവിടുത്തെ പണ്ഡിതന്മാരും അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഓരോ ആളുകളും തന്നെയാണ്. അപ്പോൾ ഈ ഒരു മജ്ലിസിൽ ഒരുപാട് ആളുകൾ ആകർഷിക്കപ്പെടുന്നു, ഒരുപാട് ആളുകൾ വരുന്നു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് ആരോപണങ്ങൾ നടക്കുമ്പോൾ ഈ മജ്ലിസ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നൂറെ ഹബീബിൻ്റെ തങ്ങൾ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു മജ്ലിസിനെ വിമർശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണം തങ്ങളുടെ ഭൂതകാലത്തെ മുൻനിർത്തിയാണ്. തങ്ങളുടെ ഈ ഒരു മജ്ലിസിലേക്ക് വരുന്നതിന് മുമ്പ് തങ്ങൾ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു എന്നും സാധാരണക്കാരനാണെന്നും അറിവില്ലാത്ത ആളാണെന്നും ഒക്കെ മുൻനിർത്തിയാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നാട്ടിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകളെല്ലാം ഈ ഒരു മജ്ലിസ് നിത്യമായിട്ട് കാണുന്നവരായിരിക്കും. അപ്പോൾ ആ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ നിശിതമായി വിമർശിക്കുന്നതിന് പകരം ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഇതിനെക്കുറിച്ചിട്ടുള്ള നിലപാടുകൾ എന്താണ് പണ്ഡിതന്മാരൊക്കെ എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഒരാളെക്കുറിച്ച് നമ്മൾ അന്യായമായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പടച്ചു വിടുമ്പോൾ അത് വലിയ നുണയായിരിക്കാം, അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ നമ്മുടെ ഭാവി തന്നെ കളയുന്ന രൂപത്തിലേക്ക് അതൊരു പക്ഷെ വഴിവെക്കാം. അപ്പോൾ ഒരു കാര്യത്തിലും നമ്മൾ അറിയാത്ത കാര്യത്തിൽ നമ്മുടെ ഊഹാപോഹങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒന്നിലും നിലപാട് പറയാതെ കൃത്യമായി പഠിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.